തൈറോയിഡ് ഐ ഡിസീസ്. തൈറോയിഡ് രോഗങ്ങൾ ധാരാളം ആളുകളെ ബാധിക്കാറുണ്ട്. ഈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അസന്തുലിതാവസ്ഥയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. തൈറോയിഡ് ഹോർമോൺസിൻ്റെ അമിതമായിട്ടുള്ള ഉൽപ്പാദനത്തിന് ഹൈപ്പർ തൈറോയിഡിസം അഥവാ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. സ്ത്രീകളെയാണ് അത് കൂടുതൽ ബാധിക്കാറുള്ളത്. കൈകൾ വിറയ്ക്കുക, അമിതമായി ഹൃദയമിടിപ്പ് കൂടുക, മുടി കൊഴിച്ചൽ, വിറയൽ, ഇതൊക്കെയാണ് ഈ ഗ്രേവ്സ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ. കണ്ണുകൾ ഇതെങ്ങനെ ബാധിക്കാം? അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കണ്ണിന് ചുറ്റുമുള്ള ടിഷ്യൂസ് അതിൽ നീർക്കെട്ട് ഒന്ന് ചേർക്കുന്നു. അപ്പോൾ മിക്കവാറും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു പ്രതീതി ഉണ്ടാവുന്നു. പ്രോപ്റ്റോസിസ് എന്നാണ് ഇതിന് പറയുക. അത് ഒരു കണ്ണിനാവാം അല്ലെങ്കിൽ രണ്ട് കണ്ണിനാവാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ കണ്ണുകൾ പൂർണ്ണമായിട്ടും അടയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കണ്ണിലത്തെ കോർണിയ അഥവാ കൃഷ്ണമണിക്ക് വ്രണങ്ങളൊക്കെ സംഭവിക്കാം. അതുകൂടാതെ കണ്ണിനെ ചലിപ്പിക്കാനായിട്ട് ചെറിയ ചെറിയ മസിൽസ് ഉണ്ട്. ഈ മസിൽസും അത് ഈ നീര് വന്ന് ചേർക്കുന്നത് വഴി അതിൻ്റെ മൂവ്മെൻറ്റ് അതിൽ പരിമിതി ഉണ്ടാവുന്നു. അതുകൂടാതെ ചിലപ്പോൾ കണ്ണ് ചുമക്കുക, നീര് വന്ന് വീർക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാം. വളരെ അധികമാകുമ്പോൾ ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയുടെ ഒപ്റ്റിക് നെർവിനെ കംപ്രസ് ചെയ്തിട്ട് കാഴ്ചയെ വരെ ചിലപ്പോൾ ബാധിക്കാറുണ്ട്. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ഈ തൈറോയിഡ് ഐ ഡിസീസ് ഡ്രൈ ഐസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് വളരെ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും ഈ പേഷ്യൻസിന് തൈറോയിഡ് ഹോർമോൺ ലെവൽ, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നോക്കിയിട്ട് ഹോർമോൺ ലെവൽസ് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.